ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്ത് ഇങ്ങനെ ഒന്ന് കറങ്ങാനിറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് ഇത്. ഇപ്പോൾ ഇത് പുഴയിൽ വല കെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളെ ചെമ്മീനൊക്കെ വാങ്ങുന്നില്ലേ, അപ്പോൾ ഈ ചെമ്മീനൊക്കെ ഈ ഒരു വല കെട്ടിയിട്ട് പിടിക്കുന്നതാണ്. അപ്പോൾ വല കെട്ടാൻ വന്ന സമയത്ത് പുഴയിൽ നല്ല മഴ കാരണം നല്ല കുത്തൊലിപ്പ്, നല്ല വെള്ളം വാറ്, ഇവർക്ക് കെട്ടാൻ പറ്റുന്നില്ല. കുറേ ഇവരെ കാലം കുഴിച്ചു പോയി. അപ്പോൾ ആ വല തിരിച്ച് തോണി തന്നെ കയറ്റിയിട്ട് പോവേന്ന്. അപ്പോൾ ഇത് കുറച്ച് മുകളിലോട്ടെത്തിയ സമയത്ത് നമുക്ക് കിട്ടിയൊരു വെള്ളച്ചാട്ടമാണ്. ചിറ്റടി, കക്കമ്പാറ ചിറ്റടി ഭാഗത്താണ്. അപ്പോൾ അടിപൊളി വെള്ളച്ചാട്ടം. ഒരുപാട് ആളുകൾ കുളിക്കാനും ഫോട്ടോ എടുക്കാനും കാണാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇവിടെ തന്നെ ഇല്ലവർ തന്നെയാണ്, കുറച്ച് അടുത്തൊക്കെ ഉള്ളവരാണ്. കുറേ ആൾക്കാർ ദൂരത്തുനിന്ന് വന്നവരുമാണ്. അപ്പോൾ പിന്നെ നമ്മൾ വരുന്ന സമയത്ത് നേവിയിലൊരു വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചത്. അപ്പോൾ നേവിയിലത്തെ കുറച്ച് ഏട്ടന്മാർ ഇവിടെ കുളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കാണുന്നവരൊക്കെ നേവിയിലത്തെ ആൾക്കാരാണ്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ മേലോട്ട് പോയി നോക്കാനുണ്ട്, മുകളിലോട്ടേക്ക് പോയി നോക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു കുന്ന് കയറിപ്പോൾ ഇത് നല്ലൊരു കുന്നും നല്ല അടിപൊളി വളവുമാണ്. അപ്പോൾ ആ വളവ് തന്നെ ഒരു ചായക്കട. അപ്പോൾ ഇതേപോലെ തന്നെ ഈ താഴ്ന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ചായയെല്ലാം കുടിച്ച് നല്ല അടിപൊളി സീനറിയും കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ചായക്കടയിൽ നിന്നാണ് ഇവർ ചായയും കുടിച്ച് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു ചങ്ങായി ഇതാ കാലുമേൽ എന്തോ ഇട്ട് തട്ടിക്കളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചായയും വാങ്ങി പുറത്തിരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് നല്ല കടലിൻ്റെ കരയും കണ്ടുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ ഒന്ന് മേലോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിലൊരാളുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഹനുമാൻ പ്രതിമയാണ്. നമ്മൾ ഏഴുമലേൻ്റെ ഏറ്റവും മുകളിലാണ്. അപ്പോൾ നമ്മൾ ഈ ഏഴുമലയും ഈ ഒരു ഹനുമാൻ പ്രതിമയായിട്ടൊരു ഐതിഹ്യം തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നിന്ന് നമുക്ക് താഴോട്ട് നോക്കാൻ നല്ല അടിപൊളി രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഈ ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ടേക്ക്, ഇനി കുന്നിൻ്റെ ചെരിച്ചാൽ താഴോട്ടൊരു ചെരിവാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ഒരു പ്രതിമ ഒന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹനുമാൻ പ്രതിമേൻ്റെ അടുക്ക് താഴെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് താഴോട്ടേക്ക് ഇങ്ങനെയാണെന്നൊന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഹനുമാൻ പ്രതിമേൻ്റെ മുകളിൽ കയറിയാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ നമ്മൾ ഈ ഒരു മൊബൈലിൽ നിന്ന് നമ്മൾ ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ ഒരു ഹനുമാൻ പ്രതിമേൻ്റെ ഒരു താഴ്ഭാഗത്തു നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിൽ കയറിയാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ നല്ല സൂര്യോദയം കാണാം. ഇതിൻ്റെ ബാക്കിൽ അറബിക്കടലാണ് ഈ ഒരു കുന്നിൻ്റെ. അപ്പോൾ നല്ല സൂര്യാസ്തമയം കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ബാക്ക് വശം അധികം പോകാൻ പറ്റില്ല, നമ്മൾ ഇന്ത്യൻ നേവി ഇതിൻ്റെ ബാക്ക് വശത്താണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.